ചെങ്ങലിലെ യുവതിയുടെ മരണം, യുവാവ് അറസ്റ്റിൽ. പഴയങ്ങാടി ചെങ്ങൽ എം അശ്വതി 23 വയസ്സ് ആത്മഹത്യയായി ബന്ധപ്പെട്ട് ആൺ സുഹൃത്ത് അറസ്റ്റിൽ. മാട്ടൂൽ നോത്തിലെ മുഹമ്മദ് ഫർസിനെ 27 വയസ്സ് ആണ് പഴയങ്ങാടി SI കൃഷ്ണപ്രിയ ഉണ്ണി അറസ്റ്റ് ചെയ്തത്. മരണം മുഹമ്മദ് ഫർസിന്റെ പ്രേരണയാലും പീഡനം മൂലവുമാണെന്ന് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. കഴിഞ്ഞ ഡിസംബർ 25-ന് പഴയങ്ങാടിയിൽ വെച്ച് എലിവിഷം ഉള്ളിൽ ചെന്നതിനെ തുടർന്ന് മംഗളൂരുവിൽ ചികിത്സയ്ക്കാണ് ഡിസംബർ 31-നാണ് പെൺകുട്ടി മരിച്ചത്. സംഭവശേഷം ഫർഹാൻ വിദേശത്തേക്ക് കടന്നു. പോലീസ് ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ വിഭാഗം പിടികൂടി പഴയങ്ങാടി പോലീസിന് കൈമാറുകയാണ് ഉണ്ടായത്. അപ്പൊ ഇത് ഒരു പൊതുവെ ഈ RSS അല്ലെ BJP അനുകൂലികൾ പറയുന്ന പോലെ ഒരു ലവ് ജിഹാദും പോലുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റാണ്. 31 കമന്റുകൾ വന്നിട്ടുണ്ട് ഇതിൽ. അപ്പൊ ഇതില് നിങ്ങൾ കാണുന്ന പോലെ കേരള സ്റ്റോറിയെ കുറ്റം പറയുന്നവർ കാണുന്നുണ്ടല്ലോ, ലവ് ജിഹാദ് ഇല്ലേ ഇല്ല. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടും പഠിക്കാത്ത ആൾക്കാർ, പിന്നെ ഇങ്ങനെ കുറെ പേര് അസഭ്യ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നു. അപ്പൊ ഇത് ഒരു എന്താണ്, സാധാരണയായിട്ട് ഇന്നത്തെ കാലത്ത് പിന്നെ ഏതൊരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമം, ഇഷ്ടം അല്ലെങ്കിൽ കാമം ഇതൊക്കെ തോന്നുന്നുണ്ട്, ശരിയല്ലേ? ഇന്ന് സോഷ്യൽ മീഡിയയുടെ യുഗമല്ലേ. ഇപ്പം ആൾക്കാർ ഈ ഡേറ്റിംഗ് ആപ്പ് വഴിയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് വഴിയൊക്കെ പലരെയും പരിചയപ്പെടുന്നുണ്ട്. അതും ചെറിയ 13-14 വയസ്സുള്ള പെൺകുട്ടികൾ പോലും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കണ്ട ആൾക്കാരുമായിട്ട് നേരിൽ കാണാൻ വേണ്ടിയിട്ട് പിന്നെ വീട്ടുകാരോട് പോലും പറയാതെ ബാഗും കെട്ടിപ്പിടിച്ച് പോയി കളയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കാലമാണ്. അപ്പൊ ഇത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇതിന് സമാനമായിട്ടുള്ള കുറെ അധികം കേസുകൾ നമ്മുടെ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. ഞാൻ ഈ കേരള സ്റ്റോറി ഫസ്റ്റും സെക്കൻഡും പാർട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ആ ഫസ്റ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നോർത്ത് ഈസ്റ്റിലായിരുന്നു. നോർത്ത് ഈസ്റ്റ് ആസാം പിന്നെ സിക്കിമിലെങ്ങാണ്ടായിരുന്നു. 2021-22 റിലീസ് ചെയ്തത്. ആ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അല്ല, അത് കാശ്മീരി ഫയൽസ് ആണെന്ന് തോന്നുന്നു. സോറി, അത് കാശ്മീരി ഫയൽസ് ആണ്. അപ്പൊ ഞാൻ ഈ കാശ്മീരി ഫയൽസും കേരള സ്റ്റോറിയും ദുരന്തവും ഇത് മൂന്നും ഒരു പാർട്ടും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് വലിയ ധാരണയില്ല. എന്റെ ലാപ്ടോപ്പിനകത്തുണ്ട്, ഇതിനകത്തുണ്ട്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഈ അടുത്ത് കോതമംഗലത്ത് ഇതേപോലെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തൊരു സംഭവം ഉണ്ടായി. ഇത് മതപരിവർത്തനം നടത്താൻ പിന്നെ പ്രേരിപ്പിച്ചു എന്നുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടി ആത്മഹത്യ ഉണ്ടായിരുന്നു. അതിൽ CBI റിപ്പോർട്ട് വന്നിരിക്കുന്നത് വേണ്ടത്ര തെളിവില്ല എന്നാണ്. കൾപ്രിറ്റ്, അതായത് കോതമംഗലം ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ കാമുകൻ ഒരു മുസ്ലിം യുവാവാണ്. അപ്പൊ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒത്തിരി പേര് കമന്റ് ബോക്സിൽ, അതായത് CBI വന്ന് തെളിവെടുപ്പ് നടത്തിയിട്ടും യാതൊരു എവിഡൻസും ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പയ്യനെ ന്യായീകരിക്കുന്ന ഒത്തിരി മലയാളികളെ എനിക്ക് കാണാനിടയുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം മാത്രമേ അവിടെ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ ആ പെൺകുട്ടി ഒരു മുസ്ലിം ആയിരുന്നുവെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പറഞ്ഞ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പയ്യനും മരണപ്പെട്ടത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ വരുന്ന പ്രതികരണങ്ങളൊക്കെയും അതെല്ലാം കുറച്ചുകൂടെ അഗ്രസീവ് ആയിട്ടായിരിക്കും, ശരിയല്ലേ?